നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് സെൻറ്റൻസുകൾ ചെയ്ത് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അതും നമ്മൾ കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഹൗ ടു ചേഞ്ച് എൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇൻ ടു പാസീവ് വോയിസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു. നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാൽ എന്താണ് എന്ന് ആദ്യം പറയട്ടെ. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നോ നോ എന്നോ കിട്ടുന്നു. ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നോ നോ എന്നോ കിട്ടുന്നു. ആർ യു എ ഡോക്ടർ? യെസ്, ഐ എം എ ഡോക്ടർ എന്നാണ് ഉത്തരം കിട്ടുന്നത്. ആർ യു എ സ്റ്റുഡൻറ്? നോ, ഐ എം നോട്ട് എ സ്റ്റുഡൻറ് എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഒന്ന് യെസ് എന്നും ഒന്ന് നോ എന്നും ഉത്തരം കിട്ടുന്നു. ഡിസ്ക്രിപ്റ്റീവ് അല്ല എന്നർത്ഥം. അങ്ങനെ ഇനി ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണമായിട്ട് എക്സാമ്പിൾ ആണ്. ഡസ് ഹി ഹെൽപ്പ് മീ? ഡസ് ഹി ഹെൽപ്പ് മീ? ഡസ് ഹി ഹെൽപ്പ് മീ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് എന്നോ നോ എന്നോ കിട്ടുന്നു. എന്താണ് ഡസ് ഹി ഹെൽപ്പ് മീ എന്നുള്ള ചോദ്യത്തിൻ്റെ മലയാളാർത്ഥം? അയാൾ എന്നെ സഹായിക്കുന്നോ? പതിവായിട്ട് അയാൾ എന്നെ സഹായിക്കുന്നോ എന്നാണ് ചോദ്യം. പതിവായിട്ട് ഞാൻ അയാളാൽ സഹായിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ പാസീവ് വോയിസ് വരിക. ഡസ് ഹി ഹെൽപ്പ് മീ? അപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഓക്സിലറി വേർബ് അഥവാ ഹെൽപ്പിംഗ് വേർബായ ആം എന്നോ ഈസ് എന്നോ ആർ എന്നോ ചേർക്കണമെന്നാണ്. അപ്പോൾ ഡസ് ഹി ഹെൽപ്പ് മീ എന്നുള്ളത് am I, ഇവിടെ ഓബ്ജക്റ്റ് am ആണ്. am I helped by him എന്നാണ് ചോദ്യം. am I helped by him? am I helped by him? does he help me? am I help me? am I helped by him എന്നാണ്. am I helped by him എന്നാണ്. യെസ്. അടുത്തത് ഇതേ രീതി തന്നെ does he write a novel? does he write a novel? does he write a novel? ഇതൊരു ചോദ്യമാണ്. അയാൾ ഒരു നോവൽ എഴുതുന്നോ? പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഓബ്ജക്റ്റ് നോവലാണ്. അപ്പം ഇതിന്റെ എ നോവൽ ഓബ്ജക്റ്റ് വരുമ്പോൾ ഓക്സിലറി വേർബ് ഈസ്. എ നോവൽ ഈസ് എ നോവൽ written by him എന്നാണ്. is a novel written by him. is a novel written by him. is a novel written by him. ഈസി റൈറ്റ് നെക്സ്റ്റ് അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം is he helping me? is he helping me? അയാൾ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഏത് ടെൻസാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് ചേർക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ബീയിങ് ചേർക്കണം. ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് ബൈ തേർഡ് ഫോം ഓഫ് ദ വേർബ്. വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക. അപ്പം ഇവിടെ ഓബ്ജക്റ്റ് മീ തന്നെയാണ്. അപ്പോൾ മീ വരുമ്പോൾ ഐ ആണ്. am I being helped by him? അതാണ് ഇതിന്റെ പാസീവ് വോയിസ്. am I being helped by him? ഞാൻ അയാളാൽ സഹായിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാണ് ഉത്തരം. ഇതേ രീതിയിൽ മറ്റൊരു സെന്റൻസ് is he writing a novel?
Is he writing a novel? Is he writing a novel എന്നുള്ളത് a novel ആണ് ഓബ്ജക്റ്റ്. അപ്പം ഓബ്ജക്റ്റ് verb സബ്ജക്റ്റ്. അപ്പം is he writing a novel എന്ന് പറയും. ഓബ്ജക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ is novel, is a novel being written by him എന്നാണ്. written by him, is a novel being written by him. ഇതാണ് അതിൻ്റെ ഉത്തരം. ഒരു നോവൽ അയാളാൽ എഴുതപ്പെട്ടു കൊണ്ടിരിക്കുന്നോ എന്നാണ് ചോദ്യം. ഒരു നോവൽ അയാളാൽ എഴുതപ്പെട്ടു കൊണ്ടിരിക്കുന്നോ, ഇതാണ് അതിൻ്റെ മലയാള അർത്ഥം. ഓക്കെ, ഇനി അടുത്ത ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഹൗ ടു ചേഞ്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇൻ ഫ്രോം ആക്റ്റീവ് വോയിസ് ടു passive voice in which belongs to present perfect tense. Has he helped me? Has he helped me? Has he helped me എന്നുള്ളത് have I been helped by him? Have I been helped by him? ഇവിടെ has എന്നത് he സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ ഓബ്ജക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ have I been helped by him എന്നായി മാറുന്നു. ഇതാണ് ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്, വേർബിന്റെ മൂന്നാമത്തെ ഫോം, അതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുക. പ്ലസ് V3 form of the verb. ഓക്കെ, ഇതേ ടെൻസ് തന്നെ മറ്റൊരു സെന്റൻസ് ഉപയോഗിക്കുകയാണ്. Has he written a novel? Has he written a novel? Has he written a novel എന്നുള്ളത് ഒരു നോവൽ അയാൾ എഴുതിയോ എന്നാണ്, ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യമാണ്. അപ്പം എ നോവൽ has he written a novel? Has a novel been written by him എന്നാണ് അതിൻ്റെ കറക്റ്റ്. ഹാസ് എ നോവൽ ബീൻ റിട്ടൺ ബൈ ഹിം, ഒരു നോവൽ അയാളാൽ എഴുതപ്പെട്ടോ. ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇത് പഠിച്ചിരിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാറ്റാനാണ്. ഹൗ ടു ചേഞ്ച് എൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫ്രോം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് വി ആർ ഡിസ്കസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റിലും പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ടെൻസിലേക്ക് പോവുകയാണ്. അടുത്ത ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ ഡിഡ് ആണ് നമ്മൾ ഓപ്ഷൻ. ഡിഡ് ഹി റൈറ്റ് എ നോവൽ? ഡിഡ് ഹി റൈറ്റ് എ നോവൽ? അയാൾ ഒരു നോവൽ എഴുതിയോ? ഒരു നോവൽ അയാളാൽ എഴുതപ്പെട്ടു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഡിഡ് ഹി റൈറ്റ് എ നോവൽ? യെസ്. അപ്പം സിമ്പിൾ പാസ്റ്റിൽ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. വാസ് എ നോവൽ, വാസ് എ നോവൽ written by him? Was a novel written by him? മറ്റൊരു ഉദാഹരണം, did he help me? Did he help me? Was I helped by him? Was I helped by him? ഇത് രണ്ട് സെന്റൻസും നമ്മൾ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റിയാണ്. ഒന്ന് രണ്ടും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മോഡേൺ ഇംഗ്ലീഷിൽ അത് അത്ര പ്രായോഗികമല്ലെങ്കിലും, നമ്മൾ അത്ര കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും, നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? വാസ് ഹി ഹെൽപ്പിംഗ് മീ? വാസ് ഹി ഹെൽപ്പിംഗ് മീ? വാസ് ഹി ഹെൽപ്പിംഗ് മീ? അയാൾ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ അയാളാൽ സഹായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഉത്തരം. വാസ് ഹി ഹെൽപ്പിംഗ് മീ? അപ്പം വാസ് ഈ ഓബ്ജക്റ്റ് ഇങ്ങോട്ടുണ്ട്. വാസ് ഐ ബീങ് ഹെൽപ്ഡ് ബൈ ഹിം? വാസ് ഐ ബീങ് ഹെൽപ്ഡ് ബൈ ഹിം? ഇങ്ങനെയാണ് നമ്മൾ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അടുത്തത് വാസ് ഹി ചലഞ്ചിങ് മീ? വാസ് ഹി ചലഞ്ചിങ് മീ? അയാൾ എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അയാളാൽ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. വാസ് ഐ ബീങ് challenged by him? ഇതാണ് ഇത്തരം ഒരു സെന്റൻസുകൾ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ഒരു ഉദാഹരണം കൂടി. Was he writing a book? Was he writing a book? Was a book being written by him? ഈ എ ബുക്കിന് പകരം ഒന്നിലധികം ബുക്കുണ്ട്, പ്ലൂറൽ ആണെങ്കിൽ 2 books. was എന്നുള്ളത് പകരം were ആയി മാറും. were 2 books being written by 2 books being written by him. 2 books being written by him എന്നായി മാറും. ഇങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് ഒരു സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അടുത്ത ടെൻസ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഹാഡ് ബീൻ ആണ് ഉപയോഗിക്കുന്നത്. ഹാഡും ഹാഡ് ബീൻ ആയി മാറുന്നു. നമ്മൾ നേരത്തെ പഠിച്ച മാതിരി തന്നെ. ഹാഡ് ഹി ഹെൽപ്ഡ് മീ? ഹാഡ് ഹി ഹെൽപ്ഡ് മീ? ഹാഡ് ഐ ബീൻ ഹെൽപ്ഡ് ബൈ ഹിം? ഹാഡ് ഐ ബീൻ ഹെൽപ്ഡ് ബൈ ഹിം എന്നായി ഉത്തരം കിട്ടുന്നു. ഹാഡ് ഐ ബീൻ ഹെൽപ്ഡ് ബൈ ഹിം ചോദ്യമാണ്. ഹാഡ് ഐ ബീൻ helped by him? Had he written a book or written a story? Had he written a story? Had a story been written by him? Had a story been written by him? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ പഠിക്കേണ്ടത്. ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസിൽ പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇല്ല, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ മാറ്റുന്ന ഒരു പ്രക്രിയയില്ല. അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സാധാരണ പോലെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് മാറ്റില്ല ഒരു പ്രക്രിയയില്ല. പിന്നെ നമ്മൾ പോകുന്നത് ഫ്യൂച്ചറിലേക്കാണ്. സിമ്പിൾ ഫ്യൂച്ചർ. ഉദാഹരണം, വിൽ യു ഹെൽപ്പ് മീ? വിൽ യു ഹെൽപ്പ് മീ ചോദ്യമാണ്. വിൽ യു ഹെൽപ്പ് മീ? ഒരു നോടെ. Will you write a novel? Will you write a novel? Will
വിൽ ബി ആവുമെന്നും ഷാൾ ബി ആവുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിൽ എന്നുള്ളത് വിൽ ബി ആവുമെന്നും ഷാൾ എന്നുള്ളത് ഷാൾ ബി ആവുമെന്നും. ഉദാഹരണം, വിൽ യു ഹെൽപ് മീ, ഷാൾ ഐ ബി, ഇവിടെ ഐ ആയതുകൊണ്ട് നമ്മൾ ഷാൾ ഐ ബി ഹെൽപ്ഡ് ബൈ യു, ഷാൾ ഐ ബി ഹെൽപ്ഡ് ബൈ യു. ഇവിടെ എ നോവൽ, will a novel be written by you, written by you, will a novel be written by you, shall be will be ആയി മാറി. ഇതാണ് ഈ കാര്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. Will he be writing a novel? Will he be writing a novel? Yes, ഉത്തരം നമ്മൾ yes എന്നോ no എന്നാണ് ഉത്തരം. അത് will a novel be being written by will be being എന്നുള്ളത് being എന്നുള്ള പ്രയോഗം അത് മോഡേൺ ഇംഗ്ലീഷിൽ അത്ര പ്രയോഗത്തിലുള്ളതല്ല. അപ്പോൾ will he be writing a novel, will a novel be being written by him. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. will he have written a story, will a story have been written by him, will a story have been written by him. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരം ചോദ്യങ്ങൾ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പഠിച്ചു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് മീൻസ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ് എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മൾ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വളരെ കൃത്യമായി തന്നെ പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഓബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം അല്ലെങ്കിൽ ആർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് ബൈ സബ്ജക്റ്റ്, ബൈ ഏജന്റ്. മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഓബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ ഏജന്റ്. പ്രസന്റ് സിമ്പിൾ പാസ്റ്റിൽ was അല്ലെങ്കിൽ were, ഓബ്ജക്റ്റ് പ്ലസ് was അല്ലെങ്കിൽ were പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ was അല്ലെങ്കിൽ were പ്ലസ് being ബൈ തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. മൂന്നാമത്തത് നമ്മൾ പഠിച്ചത് had been ആവുന്നു. ഓബ്ജക്റ്റ് പ്ലസ് had been പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. will be ആവുന്നു. ഫ്യൂച്ചർ ടെൻസ് will be ഓബ്ജക്റ്റ് പ്ലസ് will be അല്ലെങ്കിൽ shall be പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. will be being and will have been ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.